പ്രിയപ്പെട്ട HSA ഉദ്യോഗാർത്ഥികളെ, നിങ്ങളിൽ കുറച്ചു പേര് കഴിഞ്ഞ തവണ പരീക്ഷ എഴുതിയവരായിരിക്കും, ലിസ്റ്റിൽ ഇടം പിടിച്ചവരുമായിരിക്കും, റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചു. അത് അവസാന റാങ്ക് ലിസ്റ്റിന്റെ അവസാന നമ്പറൊക്കെ ആയതുകൊണ്ട് തന്നെ ജോലി കിട്ടാതെ പുറത്തു പോയവരാണ്. അതിനുള്ള കാരണങ്ങൾ പഴുതടിച്ച് കണ്ടെത്തി നമ്മുടെ പഠനത്തിൽ, ഇനി വരാൻ പോകുന്ന HSAയുടെ പഠനത്തിൽ മാറ്റം വരുത്തേണ്ടതാണ്. അതുപോലെ മറ്റൊരു വിഭാഗം ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചു, എക്സാം ഹാളിൽ പോയി, പക്ഷെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല. എന്താണ് അതിന്റെ കാരണം? അതിനും കാരണമുണ്ട്. ആ കാരണങ്ങൾ കണ്ടെത്തി ഇനി വരാൻ പോകുന്ന HSA എക്സാമിന് അത് ആവർത്തിക്കരുത്, ആ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നമുക്ക് പഴുത് അടച്ചുള്ള പഠനമാണ് വേണ്ടത്. ഇനി ഇത് രണ്ട് കാറ്റഗറിയിൽ പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കുണ്ടായ അനുഭവം, ആ ഒരു റിയൽ എക്സ്പീരിയൻസിൽ നിന്നുമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനി പുതുതായിട്ട് എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എക്സ്പീരിയൻസ്, ഈ ഒരു അനുഭവം നിങ്ങൾക്കൊരു പാഠമാക്കി വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അപ്പൊ 3 കാറ്റഗറി ആൾക്കാർ: ഒന്ന് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചു പക്ഷേ ജോലി കിട്ടിയില്ല, രണ്ടാമത്തത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല, മൂന്നാമത്തത് പുതുതായിട്ട് HSAക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. റിയൽ ലൈഫ് ഇൻസിഡൻസ് എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നുമാണ് പറയുന്നത്. ഒത്തിരി പേരുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അന്ന് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളിൽ നിന്നുമാണ് ഇന്ന് ആരംഭിക്കുന്നത് ഈ വീഡിയോ. അപ്പം എഴുത്താണ് യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഒന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത്, പ്രധാനമായിട്ടും HSA സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു സിലബസ് ആണ്. ഒരു നോട്ടിഫിക്കേഷനും എക്സാം ഡേറ്റ്, നോട്ടിഫിക്കേഷൻ അന്ന് കുറച്ച് നാൾ മുമ്പേ വന്നിട്ട് എക്സാം ഡേറ്റ് കോവിഡിന്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നീങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ് അന്ന് കണ്ടതല്ലേ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഒരു മയങ്ങിയിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു, ഉറങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. പെട്ടെന്ന് ഒരു HSAയുടെ എക്സാം ഡേറ്റ് അന്ന് PSC അനൗൺസ് ചെയ്തത്. ആ സമയത്താണ് സടകുടഞ്ഞ് എഴുന്നേറ്റ് പെട്ടെന്നുള്ള സ്റ്റഡി പ്ലാനുകളൊക്കെ ആരംഭിക്കുന്നത്. ഏകദേശം HSA സോഷ്യലിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പോലും 8ഓളം മൊഡ്യൂളുകൾ പാർട്ട് ബിയിലുണ്ട്. പാർട്ട് എയും അതുപോലെ നമുക്ക് പഠിക്കേണ്ടതാണ്. അപ്പം അത് പഠിക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആയി. അപ്പം റിവിഷൻ പ്രാധാന്യം കൊടുക്കാതെ വന്നു. ഇത് എക്സാം ഹാളിൽ ചെന്നപ്പോൾ പറ്റിയൊരു പണി എന്ന് പറയുന്നത്, റിവിഷന് കൊടുക്കാതെ വന്നപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട സമയത്ത് പഠിച്ച കാര്യമാണ്, പക്ഷെ ഓപ്ഷൻ A ആണോ B ആണോ C ആണോ D ആണോ, ആകെ ഒരു അങ്കലാപ്പാവുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പം ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഇപ്പോഴേ സോൾവ് ചെയ്യാൻ പറ്റും. കാരണം എക്സാം അനൗൺസ് ചെയ്തിട്ടില്ല, നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ വർഷം അവസാനമോ അല്ലെങ്കിൽ അടുത്ത വർഷമോ ഒക്കെ ആയിട്ടാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ പൊതുവെ നമ്മൾക്ക് മുന്നിൽ അതൊരു സമയമുണ്ട്. അപ്പം നമുക്ക് മുന്നിൽ നിലവിലുള്ള സിലബസ് നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതിനുള്ളൊരു ടൈമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. അടുത്തത് പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം, നെഗറ്റീവ് മാർക്കിനെ ഭയപ്പെട്ട് പല ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാതെ പോകുന്നൊരു കാഴ്ചയും കണ്ടിട്ടുണ്ട്. അതും ഒത്തിരി ഉദ്യോഗാർത്ഥികൾ പറഞ്ഞതാണ്, നെഗറ്റീവ് വരുമെന്ന് പേടിച്ച് ഞാൻ അത് അറ്റൻഡ് ചെയ്തില്ല സാറേ, എനിക്ക് അറിയായിരുന്നു. അതുപോലെ തന്നെ എലിമിനേറ്റ് ചെയ്യാൻ കഴിയില്ല, ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെന്ന് പറയുന്നത് പഠിച്ചു, അത്യാവശ്യം കാര്യങ്ങൾക്ക് പഠിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എക്സാംസ് അറ്റൻഡ് ചെയ്യാതിരുന്നു, അല്ലെങ്കിൽ മാക്സിമം മോഡൽ ക്വസ്റ്റ്യൻസ്, OMR എക്സാംസ് ഇതൊക്കെ തന്നെ അറ്റൻഡ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നം ഇവരിൽ ഉണ്ടായിരുന്നു. ഇതിൽ വേറൊരു വിഭാഗക്കാരും ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇപ്പം ഒരു കാറ്റഗറി വിഭാഗം എല്ലാ എക്സാമും എഴുതുന്നുണ്ടായിരിക്കും, LDC എഴുതുന്നുണ്ടായിരിക്കും, LP UP HSA ഡിഗ്രി ലെവല് +2 ലെവൽ എല്ലാ എക്സാം എഴുതുന്നുണ്ട്. അവർക്ക് OMR എന്ന് പറയുന്നത് ആ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ട്ലി ആണ്. പക്ഷെ ചില വിഭാഗം എന്ന് പറയുന്നത് കുറേ നാളെ കൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ HSA എന്ന് പറയുന്ന എക്സാം എഴുതാൻ വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗിലാണ്. അപ്പോൾ അവർക്ക് സംബന്ധിച്ച് അവർക്കുണ്ടായൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഒരു OMR കണ്ടപ്പോൾ തന്നെ ആകെ ഒരു എന്ന് വെച്ചാൽ 5ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ A ആണെങ്കിൽ 6 കൊണ്ടിട്ട് A ബബിൾ ചെയ്യുന്ന അവസ്ഥ. അപ്പം പറയുന്നത് OMR എക്സാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്ത് ശ്രമിക്കുക, അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മുടെ എക്സാം പാറ്റേൺ എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊന്നും PSC ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ തന്നെ ആ ഒരു ടൈമിൽ മാത്രമായിരിക്കും PSC നമ്മോട് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്.
ഇപ്പോൾ തന്നെ കിട്ടുന്ന ചോദ്യങ്ങൾ മാക്സിമം പരിശ്രമിക്കുക. കാട് കയറി പഠിച്ചിട്ട് കാര്യമില്ല. ചോദ്യങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു ചോദ്യം മനസ്സിലാകുന്നില്ലെങ്കിൽ ഒരു ഓപ്ഷൻ വെച്ച് തന്നെ ആൻസർ കണ്ടെത്താൻ പറ്റുമോ ആ ഒരു ടെക്നിക്കും ഒക്കെ തന്നെ നിങ്ങൾ സ്വയം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോകുന്നത് ബെറ്റർ ആയിരിക്കും. ഒരു പ്രോപ്പർ റിവിഷൻ നടത്താത്തത് കൊണ്ട് തന്നെ പഠിച്ചത് എക്സാം ഹാളിൽ ഓർമ്മിച്ചെടുക്കാൻ പറ്റാത്ത വന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോൾ ആ ഒരു അവസ്ഥ നമുക്ക് ഈ ഒരു എക്സാമിന് ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ഇപ്പോഴേ ശ്രദ്ധിക്കണം. പഠിക്കുന്നത് ഒരു പ്രോപ്പർ ഓർഡറിൽ തന്നെ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത് പോവുക. പിന്നെ അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് HS എക്സാം ആയതുകൊണ്ട് ഭയങ്കര തിയറട്ടിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച് പോയ ഉദ്യോഗാർത്ഥികളുണ്ട്. അതായത് ഇപ്പം നടന്ന UPSC എക്സാമിന് ഒരു മോഡറേറ്റ് ലെവൽ ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. അത് പക്ഷേ അതിനും അപ്പുറമുള്ള ചോദ്യങ്ങളൊക്കെ കണ്ടുപോവുക, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിക്കാതെ പോകുന്നൊരവസ്ഥ. പക്ഷെ അത് ഒരിക്കലും ശരിയായ ഒരു നടപടിയിൽ ഇപ്പം HSC സോഷ്യൽ സയൻസിനെ സംബന്ധിച്ചിടത്തോളം 65% ചോദ്യങ്ങളും ഒരു മോഡറേറ്റ് ലെവലിൽ തന്നെയാണ് നിന്നത്. അതിനപ്പുറത്തേക്കാണ് കുറച്ചും കൂടി എന്താ പറയുന്നത്, കുറച്ചും കൂടി ഹൈ ക്വാണ്ടിറ്റി ആയിട്ട് ചോദ്യങ്ങൾ വന്നു തുടങ്ങിയത്. അപ്പം ഈ പറയുന്ന കുറച്ച് ടഫ് എന്ന് പറയുന്ന ചോദ്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ആൻസർ എത്താൻ പറ്റാത്ത ചോദ്യങ്ങളായിരിക്കും ചിലപ്പോൾ റാങ്ക് നിർണ്ണയിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് മറ്റേ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്താൽ മാത്രമല്ലേ ഒരു പ്രോപ്പർ മാർക്ക് അല്ലെങ്കിൽ ഒരു നല്ലൊരു മാർക്ക് നമുക്ക് റേഞ്ച് എത്താൻ പറ്റത്തുള്ളൂ. അപ്പം എന്ത് ചെയ്യുക, എല്ലാ രീതിയിലുള്ള കണ്ടന്റും പഠിക്കുക. അപ്പം നാച്ചുറൽ സയൻസുകാരെ സംബന്ധിച്ചിടത്തോളം HSC നാച്ചുറൽ സയൻസുകാരെ സംബന്ധിച്ച് ബോട്ടണി സുവോളജി ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ബോട്ടണി സുവോളജിയിലെ +2 ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രി തലത്തിലുള്ളത് മാത്രം നോക്കിക്കൊണ്ടിരിക്കുക, PG തലത്തിലുള്ള മാത്രം നോക്കിക്കൊണ്ടിരിക്കുക, ആ രീതിയല്ല. ബേസ് തൊട്ടേ സ്റ്റാർട്ട് ചെയ്യണം. ബേസിനും പ്രാധാന്യം കൊടുക്കണം. ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ബേസ് ആണോ അതാണോ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. അത് എന്താ പറയുക, പൂർണ്ണമായിട്ടും പഠിച്ച് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അടുത്തൊരു വിഭാഗക്കാർ ചെയ്തത് സെൽഫ് സ്റ്റഡി ആയിരുന്നു. അല്ല, ഒരു എക്സാം ടൈമൊക്കെ വന്നപ്പം ചില ഭാഗങ്ങൾ വിട്ടുകളഞ്ഞ് ചില ഭാഗം പഠിച്ചു. ഇപ്പം എക്സാമ്പിളായിട്ട് HSC സോഷ്യൽ സയൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കാര്യം, 8 മൊഡ്യൂളാണെങ്കിൽ അതിൽ 8 മൊഡ്യൂളും പഠിച്ചു. പക്ഷെ 8 മൊഡ്യൂളിലെല്ലാം പഠിച്ചില്ല. ചിലത് അങ്ങ് സ്കിപ്പ് ചെയ്ത് പോകുന്നൊരു കാര്യം. കാരണം സെൽഫ് സ്റ്റഡി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, നമുക്കൊരു നമുക്കറിയാവുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഡൈജസ്റ്റ് ആവുന്ന കാര്യങ്ങൾക്ക് എന്ത് ചെയ്തു നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന രീതിയാണ് അവിടെ കണ്ടത്. ഇവിടെ ഉണ്ടായ പാളിച്ച എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു, അതുകൂടി ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ മാർക്ക് കിട്ടുമായിരുന്നു എന്നൊരു രീതി. അപ്പം സെൽഫ് സ്റ്റഡി തെറ്റെന്നൊന്നുമല്ല പറയുന്നത്, സെൽഫ് സ്റ്റഡി നല്ലത് തന്നെയാണ്. പക്ഷേ സെൽഫ് സ്റ്റഡിക്കുള്ള പോരായ്മകൾ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ സ്ട്രോങ് ഏരിയയ്ക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്നു. പ്രധാനമായിട്ടും HSA സോഷ്യൽ സയൻസ് ഉദ്യോഗാർത്ഥികൾ അവർക്ക് ഇപ്പം പല സ്ട്രീമിൽപ്പെട്ടവർ, ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞായിരുന്നു, ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്സ് ഇങ്ങനെ പോകുന്നുണ്ട്, ആന്ത്രോപോളജി, സൈക്കോളജി, ഫിലോസഫി ഇങ്ങനെ പോകുന്നുണ്ട്. ഇവരെല്ലാവരും ഈ പരീക്ഷ എഴുതുന്നവരാണ്. അപ്പോൾ ഇവർക്ക് ഏതാണോ കംഫോർട്ട് സോൺ, ആ കംഫോർട്ടായ സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റ് മാത്രം പഠിക്കുന്ന രീതി നമുക്ക് അവിടെ കാണാൻ കഴിയും. പക്ഷെ അത് ഭയങ്കരമായ ഒരു പ്രശ്നങ്ങളുണ്ടാകും. കാരണം നമുക്ക് ഇനി വരാൻ പോകുന്ന HSC എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കഴിഞ്ഞ HSCക്ക് ശേഷം നടന്ന എല്ലാ PSC എക്സാമിനും ഓരോ മൊഡ്യൂളിനും പല എക്സാമിനും എടുത്ത് നോക്കണം, ക്വസ്റ്റ്യൻ പാറ്റേൺ തന്നെ മാറി, സിലബസ് പാറ്റേൺ മാറുന്നു. അതുപോലെ തന്നെ ഓരോ മൊഡ്യൂളിനും എത്ര മാർക്കാണെന്നൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ നമുക്കിനി വരാൻ പോകുന്ന എക്സാമിന് എന്തായിരിക്കും, എത്ര മാർക്കാണെന്നൊക്കെ വ്യക്തമായി പറയുന്ന രീതിയാണ് അവിടെ വരുന്നത്. അപ്പൊ അതിനെന്ത് ചെയ്യുക, പ്രാധാന്യം കൊടുക്കുക തന്നെ വേണം. ആ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠന സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതുപോലെ കഴിഞ്ഞ തവണയൊക്കെ നമ്മളും ഈ HSC എക്സാമുമായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കൊടുത്തവരാണ്. അപ്പം ആ ഒരു സമയത്ത് പല ക്ലാസ്സുകളിലും പ്രോപ്പറായിട്ട് കയറാതിരിക്കുക. അവസാനം എക്സാമൊക്കെ കഴിഞ്ഞിട്ട് കോൾ വരും, സാർ ആ ക്ലാസ് കയറിയില്ല, ആ ക്ലാസ്സിൽ നിന്ന് ചോദ്യം വന്നു, അന്ന് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുക. അപ്പം നമ്മളൊരു പ്രോപ്പർ ക്ലാസ്സിനും മറ്റു കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് വ്യക്തമായൊരു ഗൈഡ് ലൈൻസോട് കൂടി നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാകണം, പഠിച്ചു പോവുക. അടുത്തത്, ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മെജോറിറ്റി ആൾക്കാരും ജോലി ചെയ്യുന്നവരാണ്. പ്രൈവറ്റ് സെക്ടറിൽ ഫുൾ ടൈം ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്നത്, സ്കൂളിൽ അധ്യാപകരായിട്ട് പോകുന്നത്, CBSE സ്കൂളിൽ, അതിൻ്റെ ഇടയിൽ നിന്നാണ് HSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ നിന്ന് HSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ജോലി കണ്ടെത്തിയ അല്ലെങ്കിൽ ജോലിയിൽ കയറിയ ഒരുപാട് ഫ്രണ്ട്സിനെ നമുക്കറിയാം. അപ്പം അവരുടെ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്
നേരത്തെ പഠനം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ടൈമിൽ നിൽക്കുമ്പം. ഇപ്പം എല്ലാം ഓപ്പൺ ആണ്, കോവിഡ് ടൈമൊന്നുമല്ല, അന്നത്തെ സ്ഥിതിയല്ല ഇന്നത്തെ സ്ഥിതി. നമുക്ക് ജോലിക്ക് പോകണം, അതിനനുസരിച്ച് തന്നെ ടൈം വളരെ കുറവാണ്. നമുക്കറിയാം നമ്മുടെ സ്ഥിതി. ഇപ്പോൾ ജോലി രാജിവെച്ചിട്ട് 24 അവേഴ്സിന് വേണ്ടി ഇരിക്കേണ്ട സമയമൊന്നും നമുക്ക് അതിനുള്ള ബുദ്ധിയൊന്നും നമുക്കില്ല. പക്ഷേ നമുക്ക് അത് ആവശ്യം തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്കറിയാം നമുക്ക് എത്ര ടൈമാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ ടൈം മെയിൻറ്റെയിൻ ചെയ്ത് ഉള്ള സമയം കുറവാണെന്ന് മനസ്സിലാക്കി ഉള്ള സമയത്ത് നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. കാരണം നോട്ടിഫിക്കേഷൻ വരാത്തൊരു ടൈമാണ്. ആവശ്യം പോലെ സമയം നമ്മുടെ ബുദ്ധിയുണ്ട്. ടെൻഷൻ ഇല്ലാതെ അധികമായിട്ട് വായിക്കുവാനും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും നോട്ട് എഴുതാനും ഒക്കെ ഉള്ളൊരു സമയമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യുക, മാക്സിമം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. അതിനുവേണ്ടി മാക്സിമം നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. അതാണ് എനിക്ക് അടുത്ത കാര്യമായിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ അവസ്ഥ എന്താണെന്ന് അറിയാം. ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പഠന സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, സെൽഫ് സ്റ്റഡിയെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഈ സെൽഫ് സ്റ്റഡിയിൽ ഏറ്റവും വലിയ പോരായ്മ, നമ്മൾ കുറേ കാട് കയറി വായിച്ച് പോകും, അല്ലെങ്കിൽ നോട്ട്സ് ഒക്കെ തയ്യാറാക്കിയൊക്കെ നമ്മൾ പഠിക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യില്ല, നേരത്തെ ഞാൻ പറഞ്ഞത് ക്വസ്റ്റ്യൻ പേപ്പർ അറിയില്ല. അതുകൊണ്ട് PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ അറിയാതെ വന്ന കുറേ പേരുണ്ടായിരുന്നു. പാറ്റേൺ ചേഞ്ചസ് ആയി വന്ന പുതിയ മാറ്റങ്ങൾ, പുതിയ മേഖലകൾ, റിപ്പീറ്റഡ് ചില ചോദ്യങ്ങൾ PSCക്ക് എപ്പോഴും ഉണ്ട്. ഇപ്പം മാത്സിനെ സംബന്ധിച്ച് സ്റ്റാറ്റിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ, ഇപ്പോൾ സ്റ്റാറ്റുമായി ബേസ് ചെയ്തുള്ള മറ്റു പല എക്സാമും ഈ ഒരു ഡിഗ്രി ലെവലിൽ നിൽക്കുന്ന എക്സാംസുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ കൺസേൺ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മറ്റ് PSC പരീക്ഷയുടെ ചോദ്യ പേപ്പറുകൾ നമ്മൾ മനസ്സിലാക്കുക. അവിടെ മാറുന്ന പാറ്റേൺ മനസ്സിലാക്കുക, മാറി വരുന്ന രീതികൾ മനസ്സിലാക്കിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പഠനം ബിൽഡ് ചെയ്യേണ്ട ആവശ്യകതയാണ്. അപ്പോൾ അത് നമുക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. പുതിയ ചോദ്യങ്ങൾ വരികയാണെങ്കിൽ നമുക്കത് പിടിച്ചു നിൽക്കാൻ കഴിയും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടേക്ക് നമുക്ക് എലിമിനേഷൻ ടെക്നിക്സ് അപ്ലൈ ചെയ്യാൻ നമുക്ക് കഴിയും. ഇതൊക്കെ കഴിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം കിട്ടുന്ന സോഴ്സിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ദിവസം ഒരു 20 ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ എഴുതും എന്നുള്ളൊരു പ്രതിജ്ഞ നിങ്ങൾ ചെയ്യുക. നമുക്ക് എല്ലാ സോഴ്സും എവിടെന്നെങ്കിലൊക്കെ കിട്ടും, അതനുസരിച്ച് തന്നെ നമുക്ക് ചെയ്യാം. ആ രീതിയിൽ തന്നെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതൊക്കെ ഒരു പ്രതിജ്ഞ ചെയ്ത് നിങ്ങൾ തന്നെ ഒരു ഓവർ ഐഡിയ ഉണ്ടാക്കുക. നമ്മളൊരു വലിയൊരു ഡ്രീമിലോട്ടാണ് പോകുന്നത്. ഞാൻ ഈ പറയുന്നത് പോലെ ഒരുപാട് വേക്കൻസി ഉള്ള എക്സാം ആണെന്ന് ഞാൻ പറയുന്നില്ല. നമുക്കറിയാം വേക്കൻസി കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞത്, ലിസ്റ്റിൽ ഇടം പിടിച്ചു ജോലി കിട്ടാതെ വരുന്നു. ആ ഒരു സമയത്തുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് അത് കേട്ടു നമ്മൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മളടുത്ത് പറയാറുണ്ട്, ലിസ്റ്റിൽ പറ്റി പക്ഷെ കയറാൻ പറ്റിയില്ല, നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെടുന്ന സമയത്താണ് അവർ റിയലൈസ് ചെയ്യുന്ന, അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, അന്ന് അങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ, ആ രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ, ആ ക്ലാസ് കണ്ടിരുന്നെങ്കിൽ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അതാ പറയുന്നത്, ആ ഒരു തെറ്റുകുറ്റങ്ങൾ ഇനി വരാൻ പോകുന്ന HSCക്ക് നിങ്ങൾ ഉണ്ടാക്കരുത്. അപ്പം എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ഇപ്പോഴേ പഠനം ആരംഭിക്കുക. ഇപ്പോൾ നമ്മളെ കയ്യിലുള്ള സിലബസ് വെച്ച് നമ്മൾ പഠിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഈ ഒരു സമയത്ത് വരുന്നൊരു നെഗറ്റീവാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുമോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് ഇത് നടപ്പിലാക്കിയാലും ഇല്ലെങ്കിലും, ഇപ്പം ഇല്ലെങ്കിലും ഒരു വിഭാഗം ആൾക്കാർ അറിയും ഇനി വേക്കൻസി ഒക്കെ കുറവാണ്, പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത്. എന്തൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും നെഗറ്റീവ് പറയുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ആ നെഗറ്റീവിൻ്റെ കൂടെ നമ്മൾ പോകേണ്ട കാര്യമില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഈ ഒരു സംഭവം ആഗ്രഹിക്കുന്നുണ്ട്, ഈ ഒരു പോസ്റ്റ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ നെഗറ്റീവൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മറന്നേക്കുക. നമുക്ക് ആവശ്യം നമ്മൾക്കൊരു 5ാം റാങ്കിനുള്ളിൽ നമ്മൾ എത്തുക എന്നുള്ളതാണ്. അപ്പം ആ തീവ്രമായ ആഗ്രഹം മനസ്സിൽ കിടന്നിട്ട് കാര്യമില്ല. ഈ പറഞ്ഞ ആൾക്കാർ ചെയ്ത തെറ്റുകൾ നിങ്ങൾ ഉണ്ടാക്കരുത്, നിങ്ങളിത് ആവർത്തിക്കാതിരിക്കാൻ നോക്കണം. ഇപ്പം ലയനം മൂലം എക്സാം ഉണ്ടാകുമോ എന്നുള്ളത് എന്തായിരുന്നാലും എക്സാം നടത്തിയാലേ പറ്റുള്ളൂ, ലയനം നടന്നാലും ഇല്ലെങ്കിൽ. കാരണം അധ്യാപകർ വേണം കുട്ടികളെ പഠിപ്പിക്കാൻ. അപ്പം ഇനിയിപ്പോൾ 2-3 മാസത്തിനകത്തേന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പം ലയനം നടക്കുമോ ഇല്ലയോ എന്നുള്ളത്. മേ ബി ഇപ്പം BA-ക്കാരെ സംബന്ധിച്ചിടത്തോളമാണ് അവരൊക്കെ ടെൻഷനായിട്ടിരിക്കുന്നത്. ഇത്രയും ദിവസം ടെൻഷനായിട്ടിരുന്ന ഒരു സുപ്രഭാതത്തിൽ പറയുകയാണ് ഗവൺമെന്റ് ഇപ്പോഴൊന്നും നടത്തുന്നില്ല, ഇപ്പം ഈ തവണ കൂടി BA-ക്കാർക്ക് എഴുതാമെന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്ത് വെറുതെ ആവുകയും അല്ലേ, വെയിറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ നിങ്ങളും എന്ത് ചെയ്യുക, പഠിക്കുക. ചിലപ്പോൾ 2030 ശേഷമായിരിക്കും ഈ ഒരു സ്ട്രാറ്റജി, അല്ലെങ്കിൽ 8, 9, 10, 11, 12 ഒരു ക്ലബ് ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയൊക്കെ സെക്കൻഡറി സ്കൂൾ സിസ്റ്റം ഒക്കെ വരാൻ പോകുന്നത്.
അതുകൊണ്ട് ഇപ്പോഴത്തെ സമയം നിങ്ങൾ എന്ത് ചെയ്യുക, കളയരുത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ എക്സാം ഉണ്ടാകില്ല, നിയമനം കുറവാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന കുറെ കൂട്ടുകാർ ഫ്രണ്ട്സ് നിങ്ങൾക്ക് കാണാം. പക്ഷെ അവരൊന്നും ഈ എക്സാമിന് വേണ്ടി പഠിക്കാതിരിക്കുന്നവരാണ്. തീർച്ചയായിട്ടും ഈ പറയുന്ന ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, അവർ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ തന്നെയാണ്, അല്ലേ? അവർ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കിടയിൽ നെഗറ്റീവ് ഒരു ഇഞ്ചക്ഷൻ നൽകിയിട്ട് അവരതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. അധിക വായനയ്ക്കും മറ്റു കാര്യങ്ങൾക്കും അവരും എന്ത് ചെയ്യുന്നു, സമയം കണ്ടെത്തുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ചെവി കൊടുക്കുന്നത് ഒഴിവാക്കാനാണ് അടുത്തൊരു കാര്യമായിട്ട് പറയാനുള്ളത്. ഇപ്പോഴത്തെ ഈ ഒരു സമയം ഒരു ഗോൾഡൻ ചാൻസ് ആയിട്ട് തന്നെ നിങ്ങൾ ഏറ്റെടുക്കുക. കാരണം നിങ്ങൾക്ക് ഒരിക്കലും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞതുപോലെ തന്നെ പല രീതികളിലുള്ള തെറ്റുകളാണ്. റിവിഷൻ സമയത്തിന് ചെയ്തില്ല, അതുപോലെ മാക്സിമം എക്സാംസ് വർക്കൗട്ട് ചെയ്തില്ല. പിന്നെ മറ്റൊരു വിഭാഗം എന്ന് നമ്മൾ പറഞ്ഞത് ഈ ലാസ്റ്റ് ടൈം ആയപ്പോൾ പഠനം ആരംഭിച്ച വിഭാഗക്കാരുണ്ട്. പക്ഷെ അവർക്ക് കുറേ കാര്യങ്ങൾ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു റേഞ്ച് മാർക്ക് അവർക്ക് വാങ്ങിക്കാൻ പറ്റി. പക്ഷെ കുറച്ചുകൂടി ഒരു 2 മാസം 3 മാസം കൂടി പഠിച്ചിരുന്നെങ്കിൽ ലിസ്റ്റിൽ തന്നെ ഇടം പിടിക്കാനും ലിസ്റ്റിൽ ഏറ്റവും ഉയർന്ന റാങ്കിൽ എത്താനും അവർക്ക് കഴിയുമായിരുന്നു. അങ്ങനെ ഒരു വിഭാഗം കൂടി ഈ വിഭാഗത്തിനകത്തുണ്ട്. അപ്പൊ ആ തെറ്റ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരരുത്. കാരണം എന്താണ്, കുറേയൊക്കെ കൺസെപ്റ്റും കണ്ടന്റും ഒക്കെ അറിയാവുന്നവര് അവസാന നിമിഷം അല്ലെങ്കിൽ ഈ ഒരു എക്സാം നോട്ടിഫിക്കേഷനും വന്നു എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്യുന്ന സമയത്തായിരിക്കും ഇറങ്ങിത്തിരിക്കുന്നത്. അത് ഇറങ്ങിത്തിരിച്ച് കുറേയൊക്കെ പഠിച്ച് ഹോളിൽ പോകുമ്പോഴായിരിക്കും ഇതായിരുന്നു സംഭവം, ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസേ ഉള്ളൂ, ഇതൊക്കെ എനിക്ക് അറിയാവുന്നുള്ള അതും കൂടെ നോക്കിയിരുന്നെങ്കിൽ, ഇതുകൂടി നോക്കിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് പോകും. അതുകൊണ്ട് എന്ത് ചെയ്യുക, അതിനുള്ള ഇട കൊടുക്കരുത്. ഇത് വർഷാവർഷം വിളിക്കുന്ന ഒരു എക്സാം ഒന്നുമില്ല. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നമ്മൾ കാത്തിരുന്ന് കണ്ണിലുണ്ടിയ പോലെ കാത്തിരിക്കുമ്പോൾ വരുന്നൊരു എക്സാമാണ്. അത് 3 വർഷമൊക്കെ കഴിയുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്ന അല്ലെങ്കിൽ എക്സാം നടക്കുന്ന ഒരു എക്സാമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, കിട്ടിയ അവസരം പാഴാക്കരുത്. ഇപ്പൊ എന്ത് ചെയ്യുക, പഠനം സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സമയമാണ്. മാക്സിമം നല്ല രീതിയിൽ പഠിക്കുക. അതിന് മാക്സിമം സപ്പോർട്ട് എഴുത്താണ് യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പൊ നിങ്ങളും ജോയിൻ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.